അതിന് നമുക്ക് കാരണം ഇത്തരത്തിലുള്ള കൈയിട്ടുവാരലിൽ ഇവർ വളരെയധികം ഈ LDFന്റെ ഏത് ഘടകമാവട്ടെ, അത് കോർപ്പറേഷന്റെ ഘടകമാവട്ടെ, ഇപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ബ്രഹ്മപുരം തീപിടുത്തത്തിലെ 13.62 ലക്ഷത്തിന്റെ കുപ്പിവെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കണക്കാണ് കോർപ്പറേഷനിൽ കൊടുത്തിരിക്കുന്നത്. 13.62 ലക്ഷം. അതുപോലെ തന്നെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം മേടിച്ചിട്ടുള്ളത് 11 ലക്ഷത്തിന്റെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. PT7 എന്ന് പറയുന്ന ആനയെയും അരിക്കൊമ്പനെയും നാട് കടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കണക്കില്, അതായത് 220 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ലോറിക്ക് 6.5 ലക്ഷം രൂപയാണ് വാടക എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ഈ സർക്കാർ, നിലവിലെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണക്കുകളിലൊന്നും യാതൊരുവിധ അത്ഭുതവും നമുക്ക് കൂറാനില്ല. അത് അവര് എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അയ്യപ്പന് പ്രശസ്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് നടത്തിയത്? അല്ലെങ്കിൽ അയ്യപ്പന്റെ പ്രശസ്തി നാട് നീളെ ഇനിയും വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതിൽ കൃത്യമായ ഒരു ലക്ഷ്യം, ഈ ഫിനാൻഷ്യൽ കുറെ പോക്കറ്റുകളിലേക്ക് കുറെ പണം പോകണം. ഇവിടെ നോക്കി നോക്കൂ, പ്രശാന്ത് കുറ്റം പറയണത് ദേവസ്വം ബോർഡിനെ, ദേവസ്വം ബോർഡ് കുറ്റം പറയുന്നത് വാസവൻ കുറ്റം പറയുന്നത് മുൻ പ്രസിഡന്റിനെ. അപ്പൊ ഇവര് മൂന്നാളും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരിയിട്ട് കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതെങ്കിൽ കേരളത്തിൽ സാധാരണക്കാരുടെ ഈ കോടതിയുടെ നിരീക്ഷണം ഇല്ലാത്ത കാര്യങ്ങളിൽ എത്ര തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും?